ശരീരനിറവുമായി ബന്ധപ്പെട്ട അപമാനം നേരിട്ടതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പുമായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. തന്റെയും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിന്റെയും നിറവ്യത്യാസത്തെക്കുറിച്ച് ഒരാൾ നടത്തിയ മോശം പരാമർശത്തെക്കുറിച്ചാണ് കുറിപ്പ്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നേരെയാണ് വർണ്ണവിവേചനം നടത്തിയിരിക്കുന്നത്. തന്റെ പ്രവർത്തനങ്ങൾ കറുത്തതും ഭർത്താവിൻ്റേത് വെളുത്തതുമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്നാണ് ഒരാൾ ഫേസ്ബുക്കിൽ ഇവർക്ക് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പരാമർശം വളരെ വേദനിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ ശാരദാ മുരളീധരൻ പറയുന്നു. വൃന്ദ, ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് എല്ലാവരും പറയുക എന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിക്കാണ് ഇത്തരത്തിലൊരു വർണ്ണ വിവേചനം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെയും തൻ്റെ ഭർത്താവിൻ്റെയും നിറത്തിൻ്റെ പേരിൽ കളിയാക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത്. താൻ കറുപ്പാണെന്നും തൻ്റെ ഭർത്താവ് മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വേണു വെളുപ്പാണെന്നും താൻ ചീഫ് സെക്രട്ടറി ആയ സമയത്ത് കറുപ്പാണ്, അത്തരത്തിലുള്ള ഒരു കമൻ്റാണ് ഇപ്പോൾ, അല്ലെങ്കിൽ കമൻറ്റുകൾ നേരിട്ടു എന്നാണ് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ ചെറുപ്പത്തിൽ തന്നെ തനിക്ക് ഇത്തരത്തിലുള്ള നിറങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി അപമാനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. താൻ അമ്മയോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അമ്മയെ താൻ ഇനിയെങ്കിലും അല്ലെങ്കിൽ ഇനിയും പ്രസവിച്ചു കഴിഞ്ഞാൽ താൻ വെളുത്തതാകുമോ എന്നടക്കം താൻ ചോദിച്ചിട്ടുണ്ട് എന്നും, എന്നാൽ പിന്നീട് കാലക്രമേണയാണ് അത് മാറിയത് എന്നടക്കം തന്നെ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നു. കൂടാതെ തന്നെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയി 7 മാസമാവുകയാണ്. ഈ 7 മാസത്തോളം കാലം അല്ലെങ്കിൽ മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വേണു ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് വെളുത്തതാണെന്നും താൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് കറുപ്പാണെന്നുമാണ് കമന്റുകൾ വന്നത് എന്നുമാണ് പ്രധാനമായും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിന് താഴെ വന്ന കമന്റുകൾ കണ്ട് അസ്വസ്ഥയാവുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. തുടർന്നാണ് മറ്റു ആളുകൾ തന്നെ ബന്ധപ്പെടുകയും ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശാരദാ മുരളീധരൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ നിറത്തിൻ്റെ പേരിൽ വന്ന വിവേചനങ്ങളും നിറത്തിൻ്റെ പേരിൽ വന്ന കളിയാക്കലും മറ്റുമാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രധാനമായും പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ആളുകൾ ഇത്തരത്തിൽ നിറത്തിൻ്റെ പേരിൽ ഒരു വിവേചനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിവേചനം പറയുന്നത് എന്നടക്കം തന്നെ ശാരദാ മുരളീധരൻ പ്രധാനമായും വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് ഇത്തരത്തിൽ ഈ നിറത്തിൻ്റെ പേരിൽ വന്ന ചില കമന്റുകളടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട്, അനുഭവങ്ങളടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇത് പുറത്തു വന്നതോടുകൂടി തന്നെ ഇപ്പോൾ ശാരദാ മുരളീധരന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം തന്നെ പിന്തുണ അറിയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. പിന്നീട് ഈ കുറിപ്പിൽ പ്രധാനമായും അല്ലെങ്കിൽ ശാരദാ മുരളീധരൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറുപ്പ് എന്ന നിറത്തെ ഇത്രത്തോളം മോശമായി കാണുന്നത് എന്തിനാണെന്നും കറുപ്പ് അത്രയും മനോഹരമായിട്ടുള്ള നിറമാണെന്നും ശാരദാ മുരളീധരൻ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. എന്തിനാണ് കറുപ്പിനെ നിന്ദിക്കുന്നതെന്നും പ്രപഞ്ചത്തിലെ സർവ്വവ്യാപിയായ സത്യമാണതെന്നും അവർ കുറിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലും കറുപ്പിനെതിരെ വരുന്ന അല്ലെങ്കിൽ കറുത്ത ആളുകൾക്കെതിരെ വരുന്ന വിവേചനങ്ങളെ കുറിച്ച് തന്നെയാണ് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് തന്നെ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ വർണ്ണ വിവേചനവും അപമാനവും നേരിടുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു ആളുകളെ കുറിച്ചുകൂടി നാം ചിന്തിക്കേണ്ടത് അടക്കമുണ്ട്. കാരണം എത്രത്തോളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിവേചനം നേരിടുന്നുണ്ട് എന്നടക്കം തന്നെ നാം മനസ്സിലാക്കേണ്ടത് അടക്കമുണ്ട്. എന്നാലും ഇപ്പോൾ ഈ ശാരദാ മുരളീധരൻ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്തുണയുമായി നിരവധി പേരുമാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. വൃന്ദ.